പൂർണ്ണമായും വീടിന്റെ ഹൗസ് ഓണറും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. 23 ലക്ഷം രൂപക്കാണ് ഇത്രയും അടിപൊളിയായിട്ട് ഈ വീട് ചെയ്തേക്കണെന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണ് കേട്ടോ. വർക്കിനെ കുറിച്ചിട്ട് എനിക്ക് എന്താ പറയാ, ഒരു ടെൻഷനും എടുക്കേണ്ടി വന്നിട്ടില്ല. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. 23 ലക്ഷം രൂപക്ക് 6 സെന്റ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടി നിർമ്മിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ടെങ്കിൽ വീടിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഒപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു നോർമൽ ഡിസൈനിൽ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കിയാൽ അത്യാവശ്യം മുറ്റമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ വീടിന്റെ കോമ്പൗണ്ട് വോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പെയിന്റിംഗ് ഒന്നും കംപ്ലീറ്റ് അല്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് ജാലി ബ്ലോക്സ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഫ്രണ്ടിലായിട്ടും സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോഴേ സിറ്റ് ഔട്ടിന്റെ ഭാഗത്തോട്ടാട്ടോ നമ്മൾ വരിക. അവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ജിയായിൽ റെയിലിംഗ് കൊടുത്തത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കൂടാതെ എക്സ്റ്റീരിയറിലെ ഷോ വാൾസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറിലെ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കാം. സിറ്റ് ഔട്ടിലോട്ട് കയറാനായിട്ട് ഇവിടെ എൽ ഷേപ്പിലായിട്ട് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു സ്റ്റെപ്പും വരുന്നുണ്ട്. സ്റ്റെപ്പിലൊക്കെ ആയിട്ട് മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കയറുമ്പോൾ ഇവിടെ ആയിട്ട് ഇതുപോലെ മിനി ഗേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റീലിലാണ് വരുന്നത്. ഏകദേശം 8000 രൂപയാണ് കേട്ടോ ഇതിനായിട്ടുള്ളത്. ഇവിടെ ഇരിക്കാനായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത്. നടുക്കായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സിറ്റിംഗ് ഏരിയയിലും അതുപോലെ തന്നെ ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിലും മൊത്തത്തിൽ മാർബിൾ ആണ് കേട്ടോ വരുന്നത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 160 രൂപയാണ് ആയിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് തന്നെ 3 ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചെയറിന് ഏകദേശം 1800 രൂപയാണ് ആയിട്ടുള്ളത്. ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിന് ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് കേട്ടോ വിൻഡോന്റെ ആ ഒരു സെറ്റിംഗ്സ്. സീലിംഗിലായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയിൽ LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വായോ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഡോർ നോക്കാം. 4.25 വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ. തേക്കിന്റെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറിന് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രാഫി ഡിസൈനും വരുന്നുണ്ട്. നമ്മളങ്ങനെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടെ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ സാധാരണക്കാരന്റെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഒക്കെ അനുസരിച്ച് ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തത് ആരാന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഈ വീടിന്റെ ഹൗസ് ഓണർ. അതേപോലെ തന്നെ ഈ വീട് ഇത്രയും മനോഹരമായിട്ട് ചെയ്ത ഈ വീടിന്റെ ഡിസൈനർ കൂടി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോടൊന്ന് ചോദിച്ചു നോക്കിയല്ലേ. ഹായ്, ഞാൻ മുഹമ്മദ് സിറാജ്. ഓഫീസ് വരുന്നത് പയ്യനങ്ങാടിയിലാണ്. ഫ്ലവേഴ്സ് കൺസ്ട്രക്ഷൻ. ഈ വീട് മുഴുവനായി ചെയ്തിട്ടുള്ളത് ഞങ്ങളാണ്. പിന്നെ പൂർണ്ണമായും വീടിന്റെ ഹൗസ് ഓണറും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക, ക്ലയന്റിന് അഫോർഡബിൾ ആവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കോസ്റ്റ് കൊണ്ടും എല്ലാം കൊണ്ടും. പിന്നെ നമ്മൾ മാർബിൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ തന്നെ ഡയറക്റ്റ് പോയി ഗുജറാത്തിൽ നിന്ന് കൊടുക്കുന്നതായിരുന്നു, രാജസ്ഥാനിൽ നിന്ന്. അതുപോലെ എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ പർച്ചേസ് ചെയ്തതാണ്. ഒരു സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളെല്ലാം ഇതിൽ ചെയ്തിട്ടുള്ളത്. അതിന്റെ കോസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ 23 ലക്ഷം രൂപക്കാണ് ഏകദേശം ബഡ്ജറ്റ് വന്നത്. അതിലിപ്പോ ഇന്റീരിയർ ഒക്കെ ചെയ്യാൻ ഇന്റീരിയർ ചെയ്യാൻ ഏകദേശം ഒരു 4.5 റേഞ്ച് വന്നിട്ടുള്ളൂ. പിന്നെ അതിന് പുറത്ത് നമ്മൾ ടെക്സ്ചർ വർക്കുകൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ് ആയിട്ട് പുറത്തും അതുപോലെ നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കർട്ടൻസ് ഒക്കെ ഒരു മാച്ച് ആയിട്ട് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവരുടെ വർക്കിനെ കുറിച്ചിട്ട് നമ്മുടെ ഹൗസ് ഓണറിനോട് തന്നെ അഭിപ്രായം ചോദിച്ചു നോക്കാം. വർക്കിനെ കുറിച്ചിട്ട് എനിക്ക് എന്താ പറയാ, ഒരു ടെൻഷനും എടുക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ A to Z കാര്യങ്ങൾ, ലേബേഴ്സിൻ്റെ കാര്യമാണെങ്കിലും മെറ്റീരിയലിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ എൻ്റെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. എൻ്റെ അവസാന സമയം വരെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തേക്ക് അതിൻ്റെ എന്താ പറയുക ഡിസൈൻ എനിക്ക് ചെയ്ത് പണി പൂർത്തിയാക്കി തരാൻ കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ് ആയാലും ബാക്കി ഇൻറ്റീരിയർ ആയാലും ഒക്കെ അവർ തന്നെ അതിൻ്റെ കളർ എല്ലാം സജസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ
കയറി വരുമ്പോഴേ എന്റെ ഇടതുവശത്തായിട്ടാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ശേഷം നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ ഡോറ് തുറന്ന് കയറി വരുമ്പോൾ നേരെ കാണുന്ന തരത്തിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒത്തിരി ഭംഗിയായിട്ട് ഒരു കോട്ടിയാടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഒരു ബെഡ്റൂം ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് 2ാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. നമ്മുടെ സ്റ്റെയറിന്റെ താഴെയായിട്ട് വാഷ് ബേസിൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ കിച്ചണും വരുന്നത്. സത്യം പറഞ്ഞാൽ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഇതിനുള്ളിൽ ഇത്രയും അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു ലിവിംഗ് ഏരിയ നിങ്ങൾ നോക്കി എത്ര ഭംഗിയിലല്ലേ, ഒരു കളർ തീം ആയാലും ഈ ഒരു ഡിസൈനിങ് ഒക്കെ ആയാലും അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇവിടെ L ഷേപ്പിലായിട്ടാണ് കേട്ടോ നമ്മുടെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഇവർ കസ്റ്റമൈസ് ചെയ്തതാണ്. ഇതിന് ഏകദേശം 39,000 രൂപയാണ് ആയിട്ടുള്ളത്. നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ അതിന് മാച്ച് ആവുന്ന തരത്തിൽ തന്നെ ഒരു ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ തീമിനനുസരിച്ച് ഇവിടെ കോർണറിലായിട്ട് ഒരു ഗ്രീൻ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ കർട്ടൻ വന്നിട്ട് നോക്കുകയാണെങ്കിൽ റോമൻ ബ്ലൈൻഡ്സ് ആണ്. ടോട്ടൽ ഈ വീട്ടിൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് 35,000 രൂപയാണ് കേട്ടോ. ഇനി ഇവിടെ നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് TV യൂണിറ്റിനുള്ള ഒരു സ്പേസ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്നായിട്ട് താഴേക്കൊക്കെ ഇതുപോലെ ഡ്രോയറും അതുപോലെ സ്റ്റോറേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 2 ബോർഡർ സ്ക്വയറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളറിൽ തന്നെയാണ് വരുന്നത്. ഉള്ളിലായിട്ടും വൈറ്റ് ഷെയ്ഡിൽ ടെക്സ്ചർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫ്രെയിമും വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു റൂമൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ ജസ്റ്റ് ഒന്ന് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഉള്ളിൽ നമുക്ക് ഷോക്കേസും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ ആണിട്ടതും വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് അതുപോലെ തന്നെ ഇതിലൊക്കെ ആയിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ നമ്മൾ ഈ ഒരു പാർട്ടീഷനിൽ നോക്കുകയാണെങ്കിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ പാർട്ടീഷന്റെ മറ്റൊരു പ്രത്യേകത ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി ഭംഗിയിലാണ് കേട്ടോ സീലിംഗിലൊക്കെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ജിപ്സം സീലിംഗ് ആണ് വരുന്നത്. നമ്മൾ കയറി വരുന്ന അവിടെ തന്നെ നീളത്തിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ ലിവിംഗ് ഏരിയയിലായിട്ട് നോക്കുകയാണെങ്കിലും സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ ഒരു സീലിംഗ് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ പ്രത്യേക ഭംഗിയുണ്ടേ കാണാന്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്പേസിൽ നല്ല ഒതുങ്ങിയ തരത്തിലാണ് ഇവിടെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അറേഞ്ച്മെന്റ്സ്. ടേബിളിന്റെ ആ ഒരു ലെഗ് വന്നിട്ട് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ടോപ്പിലായിട്ട് ഇതുപോലെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ അടിപൊളി ആയിട്ടുണ്ട്. ഈ ഒരു സെറ്റിനായിട്ടുള്ളത് 26,500 ആണ് കേട്ടോ. ഇനി ഇവിടെ ആയിട്ടാണ് നമ്മൾ പറഞ്ഞ ആ ഒരു കോട്ടിയാട്. ഈ ഒരു കോട്ടിയാടില്ലേ നമ്മൾ പൊതുവേ കാണാറുള്ളത് UPVC ഗ്ലാസ് ഡോർ ഒക്കെ ആണ് കൊടുക്കാറ്. അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ ഈ ഒരു ഡോർ കൊടുത്തപ്പോൾ പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഫുൾ കർട്ടൻ കൊടുത്തത് അത് വന്നിട്ട് നല്ല ഭംഗിയുണ്ടേ. നമ്മള് ഡൈനിങ് ഹാളിന്റെ ഒരു സ്പേസസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പുറത്തൊക്കെ ഒരു കോട്ടിയാടും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ. അത് പിന്നെ ഒരു ഡബിൾ ഡോറൊക്കെ വെച്ചിട്ട് ഗ്ലാസ്സിൽ ഒരു വിൻഡോ ഒക്കെ കൂടെ അടങ്ങുന്ന ഒരു വലിയൊരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിനൊരു സ്പേസസ് കൂടുതൽ കിട്ടാൻ വേണ്ടി. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഇതുപോലെ പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ വർക്ക് കംപ്ലീറ്റ് അല്ല കേട്ടോ. ഇനി നമ്മുടെ ഡൈനിങ് ഏരിയയിൽ ഈ ഒരു ഷോവലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിമെന്റ് ടെക്സ്ചർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിലായിട്ട് ഈ ഒരു ഗോൾഡൻ ലൈൻസ് ഒക്കെ വന്നപ്പോൾ ശരിക്കും ഒരു ലക്ഷറിയസ് ഫീൽ ഉണ്ട് അല്ലേ. ഇത് മാത്രമല്ല കേട്ടോ, ഈ ഒരു ഭാഗം തന്നെ പ്രത്യേകിച്ച് ഒരു ലക്ഷറി ലുക്ക് കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ട് ഈ കൊടുത്ത ഈ ഒരു കർട്ടനും ആ ഒരു ഡോറും കൂടാതെ ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ എല്ലാം കൂടി ആയപ്പോ അടിപൊളിയായില്ലേ. ഇനി അതേപോലെ തന്നെ ഒത്തിരി ഭംഗിയായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയയും ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ കാണുന്ന ഒരു വാഷ് ബേസിന് ഇതൊക്കെ നമ്മള് ഇത് ഹാൻഡ് മെയ്ഡ് വാഷ് ബേസിനാണ് നമ്മൾ പ്രത്യേകം പർച്ചേസ് ചെയ്താണ്. ഈ വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത് പിന്നെ വുഡൻ പാനൽ ആൻഡ് വിത്ത് ബ്ലാക്ക് ടച്ചിലാണ് പാനൽ വരുന്നത്. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട് ഒരു ആർച്ച് ടൈപ്പില്. പിന്നെ ഗ്ലാസ്, ഇതിന്റെ അടിയിൽ നമ്മൾ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ മുകളിലോട്ട് റൂമും കാര്യമൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റെയർ ഒക്കെ കണ്ടതിന് ശേഷം ബെഡ്റൂംസും കിച്ചണൊക്കെ നോക്കാട്ടോ. ഇവിടെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള സെയിം മാർബിൾ തന്നെയാണ് കേട്ടോ സ്റ്റെപ്പ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹാൻഡ് റെയിലോട്ട് വരികയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ ഒരു വുഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ചെയ്തിട്ടുള്ളത്. സ്ക്വയർ ആഡ് വിത്ത് ഹാൻഡ് വന്നിട്ട് വുഡാണ് കേട്ടാ. സ്റ്റെയറിന്റെ താഴെയായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ നല്ല സൗകര്യത്തിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലോട്ട് വരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് സ്റ്റെയർ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നിനും അല്ല, നമുക്കൊരു സ്റ്റഡി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റോറേജ് ഒക്കെ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലോട്ട് മാത്രമല്ല വീട് മൊത്തത്തിൽ പ്രകാശം കിട്ടുന്ന തരത്തിൽ ഇവിടെ ഇതുപോലെ UPVC സ്ലൈഡിംഗ് വിൻഡോ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ സീലിംഗിലായിട്ടും ഒത്തിരി ഭംഗിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം.
നമ്മുടെ ബെഡ്റൂമിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ കേട്ടോ. ശേഷം ഇങ്ങോട്ട് വരാണെങ്കിൽ നമ്മുടെ ഡൈനിങ്ങും ഇവിടെ ഒക്കെ കണ്ട പോലെ തന്നെ നല്ല ഭംഗിയിൽ തന്നെയാണ് റൂമും ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ കോട്ട് കൊടുത്തിട്ടുള്ളത്. കോട്ടിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് ഒരു സൈഡ് ടേബിൾ വരുന്നുണ്ട്. കൂടാതെ ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് ഇതുപോലെ കുഷനും വരുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലായിട്ട് സിംഗിൾ വിൻഡോ കാണാം. അതിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇതുപോലെ ഫുൾ കേർട്ടൺ ആട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ തീം ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൂടാതെ ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതുപോലെ നമുക്ക് സ്റ്റഡി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിക്ക് തന്നെ ഒരു ടേബിൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് വോളിലായിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടാട്ടോ വരുന്നത്. മൾട്ടി വുഡിൽ തന്നെയാണ്. അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മിറർ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂമിൽ സീലിംഗിലായിട്ടും നല്ല ഭംഗിയിൽ തന്നെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രൊഫൈൽ ലൈറ്റും കൂടാതെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇടക്കായിട്ട് കൊടുത്ത ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സും മറ്റു ലൈറ്റ്സ് ഒക്കെ മൊത്തത്തിൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ റൂമിൽ ബാത്റൂമിലോട്ട് വരികയാണെങ്കിൽ ഒത്തിരി സൗകര്യത്തിലാട്ടോ ചെയ്തിട്ടുള്ളത്. നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയിലാണ് വോളിലൊക്കെ ടൈല് കൊടുത്തിട്ടുള്ളത്. വാഷ് ഏരിയന്റെ യൂണിറ്റ് കാണാം. അവിടെ ഇതുപോലെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു മിറർ കൂടി വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഈ ബെഡ്റൂം വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെ നടുക്കായിട്ട് തന്നെ വുഡിന്റെ ഒരു റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുഷൻ വരുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു കോട്ടും. ദെൻ നമ്മുടെ ബാക്ക് വോളിലായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസും ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു വിൻഡോയും വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കൂടാതെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ റൂമിലെ സീലിംഗിലായിട്ടും സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലായിട്ട് നോക്കിയാലും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെയാണ് കേട്ടോ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. അത്ര സൗകര്യം ഇല്ലെങ്കിലും നല്ല സൗകര്യത്തിൽ ചെയ്തൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി കിച്ചണിലെ വിശേഷങ്ങൾ നോക്കല്ലേ. കിച്ചന്റെ ഡോർ വന്നിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഡോറിൽ ഗ്ലാസിന്റെ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ഒത്തിരി മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ കിച്ചണും ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. നമ്മളിവിടെ വോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു പേയ്മെന്റും കാര്യമൊന്നും ഇല്ലാതെ വീഡിയോ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ബയോയില് നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്കോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഏത് ജില്ലക്കാരാണെന്ന് കമന്റ് ചെയ്യട്ടോ. എത്ര ആൾക്കാർ ഒരേ ജില്ലക്കാരാണെന്ന് നമുക്ക് നോക്കാലോ. അപ്പൊ നമ്മൾ കിച്ചണിലോട്ട് തന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നീളത്തിൽ ഒരു റാക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. ദെൻ നമ്മൾ താഴെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ക്യാബിനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ കണ്ട പോലെ തന്നെ മുകളിലായിട്ടൊക്കെ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് ഇതുപോലെ നമുക്ക് ക്രോക്കറീസ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ ലിഫ്റ്റ് ഓവർ ആയിട്ട് ഗ്ലാസ് ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഓപ്പൺ ആയിട്ടും അല്ലാതെ ഒക്കെ സ്റ്റോറേജ് വരുന്നുണ്ട്. കൂടാതെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ ക്യാബിൻസ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു റാക്കിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിലും ഗ്രാനൈറ്റ് ആണ്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ ഇതുപോലെ വുഡൻ ലൂവേഴ്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് നമ്മുടെ ഈ ഒരു വർക്ക് ഏരിയന് ഒരു പാർട്ടീഷൻ എന്നുള്ള നിലക്കും നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനെ കാണാം. അത്യാവശ്യം വീതിയിലാണ് കേട്ടോ ഈ ഒരു ടോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഇവിടെ ആയിട്ടും ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവിന്റെ ഒക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഇത് ഓരോന്നിനും അതത് ക്യാബിൻ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഓരോ ക്യാബിനും ചെയ്തിട്ടുള്ളത്. മൾട്ടി വുഡിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. അതിനോട് ചേർന്ന് ഇനി ഈ ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ അടുപ്പിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് വിറക് വെക്കാവുന്ന രീതിക്കൊക്കെ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. ദെൻ ഈ ഒരു ഭാഗത്തോട്ട് കുറച്ച് ഉള്ളിലേക്കായിട്ടുള്ള രീതിക്കാണ് നമ്മുടെ സിങ്കിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് വെള്ളം പുറത്തേക്ക് എടുക്കാത്ത തരത്തിൽ ഇവിടെ ഈ എഡ്ജിലായിട്ട് ഒരു ബോർഡർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നമുക്ക് പ്രകാശം കിട്ടുന്ന തരത്തിൽ തന്നെ റെയിലിംഗും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് പുറത്തേക്കുള്ള ഒരു ഡോറാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതുപോലെ ഹാഫ് ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റുവേ. നമ്മുടെ കിച്ചണിലെ സീലിംഗ് കണ്ടില്ലല്ലോ. സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഈ ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ കിച്ചൺ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. നമ്മുടെ കിച്ചണിൽ നമ്മൾ കണ്ട ഈ ഒരു സ്റ്റോറേജിനൊക്കെ പുറമെ ഇവിടെ ഒരു സ്റ്റോർ റൂമും വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയാനുള്ളത് സാധാരണക്കാരുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഒക്കെ അനുസരിച്ചാണല്ലേ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 22-23 ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ അപ്പൊ ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.